നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ജൂൺ മാസം 6-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഈ വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നരേന്ദ്രമോദി തുടർച്ചയായിട്ടുള്ള 3-ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലെത്തും. ഡൽഹിയിൽ ചേർന്ന NDA യോഗം മോദിയെ നേതാവായിട്ട് തിരഞ്ഞെടുത്തു. സർക്കാർ രൂപീകരിക്കാനായിട്ട് അവകാശവാദം ഉന്നയിച്ച് NDA നേതാക്കൾ ഇന്ന് രാഷ്ട്രപതിയെ കാണും. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന NDA യോഗത്തിൽ ഏകകണ്ഠമായാണ് മോദിയെ നേതാവായിട്ട് തിരഞ്ഞെടുത്തത്. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു, JDU അധ്യക്ഷൻ നിതീഷ് കുമാർ, JDS നേതാവ് HD കുമാരസ്വാമി, ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് ഏകനാഥ് ഷിൻഡെ തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുത്തു. 1 മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിൽ NDA സർക്കാർ എത്രയും പെട്ടെന്ന് രൂപീകരിക്കണമെന്ന അഭിപ്രായമാണ് പൊതുവായിട്ട് ഉയർന്നത്. ഘടകകക്ഷികൾക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ചൊന്നും ചർച്ചയായില്ലെന്നാണ് വിവരം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്ത് PM കിസാന്റെ KYC മസ്റ്ററിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ധനസഹായം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഗുണഭോക്താക്കൾ മുടങ്ങാതെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഇലക്ട്രോണിക് KYC പൂർത്തീകരിച്ചാൽ നിലവിൽ ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന കർഷകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ആ വ്യക്തി തന്നെയാണ് ഈ ആനുകൂല്യത്തിന് അർഹനാണെന്നും ഇതുവഴി കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടും. ഈ പ്രക്രിയയ്ക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ക്യാമ്പുകൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ മുഖേനയാണ്, പ്രത്യേകിച്ച് കോമൺ സർവീസ് കേന്ദ്രങ്ങൾ മുഖേനയാണ് എല്ലാ കർഷകരും അപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. കാരണം ഇത് പൊതുവായിട്ടുള്ള ഒരു അറിയിപ്പാണ്. ഇങ്ങനെ പൂർത്തീകരിച്ച് KYC എന്ന പ്രക്രിയ വിജയകരമാക്കുന്നവർക്കായിരിക്കും ഇനി 17ാമത്തെ ഗഡുവായിട്ടുള്ള 2000 രൂപ ലഭിക്കുക. ഈ ജൂൺ മാസത്തിൽ 2000 രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് സൂചന. ജൂൺ 15 ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക. പുതിയ കേന്ദ്ര മന്ത്രിസഭ അധികാരത്തിലേറ്റ ശേഷമായിരിക്കും ആനുകൂല്യം ലഭിക്കുക. ഈ പുതുക്കൽ നടപടിയിൽ പങ്കെടുക്കേണ്ടവർ നാളിതുവരെ ഇലക്ട്രോണിക് KYC ചെയ്യാത്തവരാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഇനി 2024 ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് നമുക്ക് ലഭിക്കാനുള്ളത്. പ്രധാനമായിട്ട് പെൻഷൻ ആനുകൂല്യത്തിൽ മെയ് മാസത്തിലെയും ചേർത്ത് 5 മാസത്തെ കുടിശ്ശിക മൊത്തത്തിൽ 8000 രൂപയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടത്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് ഈ തുക ഒരുമിച്ച് നൽകുന്ന ഒരു സാഹചര്യം സർക്കാരിൻ്റെ പക്കലില്ല. അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും സർക്കാരിൻ്റെ കൈവശമില്ല. അതുകൊണ്ട് തന്നെ ഇനി വിതരണം ചെയ്യുന്നത് ഓരോ മാസങ്ങളിലും മുൻപുണ്ടായിരുന്ന മാസങ്ങളിലെ കുടിശ്ശിക നൽകുന്ന രീതിയിലായിരിക്കും. ഏതെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ 2 മാസത്തെയോ 3 മാസത്തെയോ തുക ഒരുപക്ഷെ നമുക്ക് ലഭ്യമായേക്കും. അത് പ്രധാനമായിട്ട് ഫണ്ടിനെയൊക്കെ ലഭ്യതയനുസരിച്ചായിരിക്കും വിതരണം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി എല്ലാ മാസങ്ങളിലും നമുക്ക് പെൻഷൻ ലഭിക്കും. അത് മുൻകാലങ്ങളിലെ കുടിശ്ശികയായിരിക്കും വിതരണം ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: റേഷൻ കാർഡുള്ള എല്ലാ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. 5 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ദേശീയ ഭക്ഷ്യഭദ്രതാ പദ്ധതി പ്രകാരം അന്ത്യോദയ അന്ന യോജന മഞ്ഞ കാർഡ് ഉടമകൾ, അതുപോലെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ്, പിങ്ക് കാർഡ് എന്നീ മുൻഗണനാ വിഭാഗം കാർഡ് ഉടമകൾക്ക് സൗജന്യ നിരക്കിൽ നൽകിയിരുന്ന അരിവിഹിതം പൂർണ്ണമായിട്ടും സൗജന്യമാക്കി പുതിയ പദ്ധതി നടപ്പിലാക്കിയിരിക്കുകയാണ്. 1 വർഷത്തേക്കായിരുന്നു ഇത് നേരത്തെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് നീട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. 5 വർഷത്തേക്കാണ് നീട്ടിയിരിക്കുന്നത്. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 35 കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത്. അതായത് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വൻ വർധനവുമായി എത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് ബുധനാഴ്ച ജൂൺ 5-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 20 രൂപയും പവന് 160 രൂപയുമാണ് കുറഞ്ഞത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6660 രൂപയിലും പവന് 53280 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.